കെ.എസ്.ആർ.ടി.സിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ തുക കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് എല്ലാ കെ.എസ്.ആർ.ടി.സി ഡിപ്പോകൾക്ക് മുന്നിലും ധർണ നടത്തുകയാണ് പെൻഷൻ ജീവനക്കാർ. വൃദ്ധരും രോഗികളുമായ പെൻഷൻകാർ ആത്മഹത്യയുടെ വക്കിലാണെന്നും കോടതി വിധി പോലും പാലിക്കാൻ തയ്യാറാവാതെയാണ് സർക്കാർ ഈ ക്രൂര നടപടി തുടരുന്നത് എന്ന് പെൻഷൻ ജീവനക്കാർ ആരോപിച്ചു. കെ.എസ്.ആർ.ടി.സിയിലെ പെൻഷൻ കഴിഞ്ഞ 3 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. ജൂലൈ ആഗസ്റ്റ് മാസം കഴിഞ്ഞ് ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് ആകാൻ പോകുന്നു. ഇതുവരെയും പെൻഷൻ നൽകിയിട്ടില്ല. 1984 അന്നത്തെ സർക്കാരിൻ്റെ ക്യാബിനറ്റ് തീരുമാനപ്രകാരം ലഭിക്കേണ്ടതാണ് കെ.എസ്.ആർ.ടി.സിയുടെ പെൻഷൻ. ആ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കെ.എസ്.ആർ.ടി.സി തൊഴിലാളികൾ പെൻഷനുകാർ കേസ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ.എസ്.ആർ.ടി.സി പെൻഷൻ എല്ലാ മാസവും 5-ാം തീയതിക്കകം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവുള്ളതുമാണ്. ആ ഉത്തരവിനെ പോലും അനുസരിക്കാതെയാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കെ.എസ്.ആർ.ടി.സി തൊഴിലാളികളുടെ പെൻഷൻ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 മാസത്തെ പെൻഷനല്ലാതെ മറ്റ് ജീവിതമാർഗം ഞങ്ങൾക്കില്ല. രോഗികളും വൃദ്ധരുമാണ് ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ കിട്ടാത്ത ബുദ്ധിമുട്ട് മൂലം ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. അതിന് ഒരു പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ധനമന്ത്രിയാണ്. കാരണം 13-ാം തീയതി പെൻഷൻ കൊടുക്കാനുള്ള പണം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് ധനമന്ത്രിക്ക് ഒരു ഫയൽ കൊടുത്തെങ്കിലും മേലിൽ ഇത്തരം ഫയലുമായി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ആ ഫയൽ മടക്കുകയുണ്ടായി. ഇത് പത്രവാർത്തയായപ്പോൾ കെ.എസ്.ആർ.ടി.സിയെ സഹായിക്കുകയില്ല എന്ന നിലപാടില്ല എന്ന് പറയുകയല്ലാതെ ഈ ഫയൽ മടക്കിയ കാര്യം അദ്ദേഹം പറഞ്ഞില്ല. അന്ന് 38 കോടി രൂപ ബാങ്ക് കൺസോർഷ്യം സമാഹരിച്ചിട്ടുണ്ട്. ഒരു 33 കോടി രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാമായിരുന്നു. അതിനൊരു സഹായം ചെയ്യാതെ ഇത് മടക്കിയതിൻ്റെ പേരിലുള്ള ഇനി പെൻഷൻ കിട്ടുമോ എന്നുള്ള ഭയത്തിലാണ് ആ സഹോദരൻ ആത്മഹത്യ ചെയ്തത്. ഇത്തരം ആത്മഹത്യകൾ ഇനിയും മുൻപോട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി കെ.എസ്.ആർ.ടി.സിയുടെ പെൻഷൻ, കുടിശ്ശികയായ പെൻഷൻ എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും മേലിൽ കെ.എസ്.ആർ.ടി.സിയുടെ പെൻഷൻ എല്ലാ മാസവും 5-ാം തീയതി വിതരണം ചെയ്തുകൊണ്ട് കെ.എസ്.ആർ.ടി.സിയിലെ വൃദ്ധരായ പെൻഷൻകാരെ സമരത്തിനിറക്കാത്ത നടപടി സ്വീകരിക്കണമെന്നും കേരള സർക്കാരിനോട് വിനയവശം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം നമ്മുടെ തൊടുപുഴ യൂണിറ്റിൽ തന്നെയാണ്, കേരളത്തിൽ മൊത്തമുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ തൊടുപുഴ യൂണിറ്റിൻ്റെ ഇപ്പോൾ തൊടുപുഴ താലൂക്കിൻ്റെയും പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ നിരവധി പെൻഷൻ കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന പെൻഷൻകാർ, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, നിത്യരോഗികൾ, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ, ക്യാൻസർ ബാധിച്ച ആൾക്കാർ, അപ്പം നിരവധി ആൾക്കാരുണ്ട് ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ പെൻഷൻ എന്ന് പറയുന്ന കെ.എസ്.ആർ.ടി.സിയിലെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത്രയധികം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നിത്യ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പെൻഷൻകാർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2-3 വീടുകളിലൂടെ പോയി. അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞുപോയി. അത്രയൊരു ദയനീയാവസ്ഥ. അവിടെ ഈ തുച്ഛമായ പെൻഷൻ കെ.എസ്.ആർ.ടി.സിയിൽ 75% വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഒരു 10,000 രൂപ താഴെ പെൻഷനേ ഉള്ളൂ. ഈ തുച്ഛമായ പെൻഷൻ കൊടുക്കാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മാസങ്ങളിൽ പെൻഷൻ തരാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പോൾ ഈ 3 മാസം ആകുമ്പോൾ സെപ്റ്റംബർ ആകും 3 മാസം, നമ്മുടെ അസൈസ് പറഞ്ഞു സെപ്റ്റംബർ ആകും 3 മാസവും. ഈ 3 മാസം കൂടെ പെൻഷൻ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നിരവധി ആൾക്കാർ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഗവൺമെൻറ് നമ്മുടെ പാവപ്പെട്ട കെ.എസ്.ആർ.ടി.സി പെൻഷൻകാരോട് ചെയ്യരുത് എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു. പെൻഷൻ കൃത്യമായി തന്ന് 42,000 പെൻഷൻ കുടുംബങ്ങളെ അവരെല്ലാം അവരുടെ കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെ ആരുമില്ലാതെ ആക്കാമെന്ന് വിനിതമായി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. മന്ത്രി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഗണേഷ് കുമാറിന് പുറമെ കാണിക്കുന്ന ജാടയല്ലാണ്ട് യാതൊരുവിധ ഗുണകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷം ചെറിയ ബസ്സുകൾ, ചേസ് നീളം കുറഞ്ഞ ബസ്സുകൾ ഇറക്കുകയാണ്. അതൊരു തരത്തിൽ കെ.എസ്.ആർ.ടി.സിക്ക് ഗുണകരമല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം മന്ത്രിയായപ്പോൾ അന്നും കുറേ ബസ്സുകൾ ഇതുപോലെ ചെറുതിറക്കി. അതെല്ലാം കട്ടപ്പുറത്തും നാശത്തിൻ്റെ വക്കീലായി കിടക്കുകയാണ്. ഇയാൾക്ക് എങ്ങനെയും കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് ഈ ചെറിയ വണ്ടി വാങ്ങിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പൊതുവെയുള്ള അഭിപ്രായം.